തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് രാഷ്ട്രീയ പ്രസ്താവന മാത്രമാണെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. പ്രിയ പ്രേക്ഷകർക്ക് അറിയുന്നപോലെ അവിടുത്തെ തൃശ്ശൂരിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു VS സുനിൽകുമാർ. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന മറുപടിയല്ല ഇന്നുണ്ടായത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള മുൻകൂട്ടിയുള്ള ആത്മവിശ്വാസ പ്രകടനമാണ് രാവിലെ സുരേഷ് ഗോപി നടത്തിയതെന്നും VS സുനിൽകുമാർ പറഞ്ഞു. അതൊരു സ്വതന്ത്ര ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്നും വരുന്നൊരു വിശദീകരണമായിട്ടല്ല എനിക്ക് തോന്നിയത്. ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയാൻ പോകുന്ന എന്താണെന്നുള്ള മുൻകൂട്ടിയുള്ള ഒരു ആത്മവിശ്വാസം പ്രകടനമാണ് ഇന്ന് രാവിലെ സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായത്. ഇന്ന് കേന്ദ്രമന്ത്രിയുടെ തരം താഴ്ന്ന വാക്കുകൾ അദ്ദേഹം പ്രയോഗിച്ചത് അത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചതാണോ എന്നുള്ളത് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് അത്തരം തരം താഴ്ന്ന വാക്കുകളൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുകയാണ്. സൂരജ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തോട് പല അഭിപ്രായ പ്രകടനങ്ങളും ഇന്ന് കണ്ടു. ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്നൊക്കെ കേട്ടു. എന്നാൽ തൃശ്ശൂരിലെ വിഷയം കൂടുതൽ കരുത്താർജിക്കുകയാണോ? ഈ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണമായി രംഗത്തെത്തിയതിന് തൊട്ടു പിന്നാലെ തൃശ്ശൂരിൽ VS സുനിൽകുമാറാണ് ഈ വോട്ട് ക്രമക്കേട് നടന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തുന്നത്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും തൃശ്ശൂരിൽ സുനിൽകുമാറിന്റെ പ്രസ്താവനയും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചു. പിന്നീട് ഈ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരം തെളിവുകളടക്കം പുറത്തു വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയത്. പക്ഷേ അതിനുശേഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സുനിൽകുമാർ രംഗത്തെത്തുന്ന സാഹചര്യമാണ്. അദ്ദേഹം പറയുന്നത് ഈ തൃശ്ശൂരിലടക്കം ഉയർത്തിയ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിട്ടില്ല. അത്തരം വിഷയങ്ങൾ, അതായത് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ എങ്ങനെ തൃശ്ശൂരിൽ വോട്ട് ചെയ്ത് ഇവിടെ നിന്നൊരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചയച്ചു എന്നതാണ് തങ്ങൾ ഉയർത്തിയ ഒരു ആരോപണം. ഈ മണ്ഡലത്തിന് പുറത്തുള്ളവർക്ക് എങ്ങനെ തൃശ്ശൂരിൽ വോട്ട് ചെയ്യാൻ സാധിച്ചു എന്ന ആരോപണം തങ്ങൾ ഉയർത്തുമ്പോൾ അതിന്റെ ഒരു മെറിറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിട്ടില്ല. പകരം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രസ്താവന മാറി, അല്ലെങ്കിൽ ഇന്നത്തെ വിശദീകരണം മാറി എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി രാവിലെ എത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹം രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ വിശദീകരണം നൽകുമെന്ന് മാധ്യമപ്രവർത്തകരോട് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർക്കുന്നു. അത് ആസൂത്രിതമാണ് എന്നുള്ളതാണ് സുനിൽകുമാർ പറയുന്നത്. നേരത്തെ തന്നെ മന്ത്രിസഭയുമായും മന്ത്രിമാരുമായെല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം മാറുന്നു എന്ന തരത്തിലുള്ളതാണ് ഈ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ നിന്ന് വെളിവാകുന്നതെന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹം നടത്തിയ ഈ വാനരൻ പരാമർശമുണ്ട്. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിലും സുനിൽകുമാർ ഒരു വിശദീകരണവുമായി, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനവുമായി ഇന്ന് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.